ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനമായ സെബിയിൽ ശ്വാസം മുട്ടിക്കുന്ന ജോലി സാഹചര്യമെന്ന് ജീവനക്കാർ. സെബി ചെയർപേഴ്സൺ മാധബി പുരി ബുച്ചിന്റെ നേതൃത്വത്തിന് കീഴിൽ വല്ലാത്ത ഭയപ്പാടും വിമ്മിഷ്ടവുമാണ് അനുഭവപ്പെടുന്നതെന്ന് ധനമന്ത്രാലയത്തിന് ജീവനക്കാരുടെ കത്ത്. മാധബി പുരി ബുച്ച് നിരവധി ആരോപണങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ജീവനക്കാരിൽ നിന്നുള്ള പരാതി. കത്തിൽ ധനമന്ത്രാലയത്തിന് മൗനം. കേരളത്തിൽ ഓണക്കാലമെത്തി. ദേശീയ തലത്തിലും ഉത്സവകാലം തുടങ്ങുകയാണ്. വിപണിയിലെ മത്സരം ഓൺലൈനായും ഓഫ്ലൈനായും മുന്നേറുകയാണ്. ഓൺലൈൻ ഓർഡറിന് കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുമ്പോൾ കടകൾ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. രണ്ടും ഉപഭോക്താവിന് ഗുണകരം. കാത്തിരുന്നാൽ കൂടുതൽ ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം. ഇന്റർനെറ്റ് ലോകത്തെ ശക്തി കേന്ദ്രമായ ഗൂഗിളിന് ഇന്ന് 27ാം പിറന്നാൾ. കാലിഫോർണിയയിലെ കുടുസു വാടക മുറിയിൽ നിന്ന് ലോകം കീഴടക്കിയ അത്ഭുത വളർച്ചയുടെ കഥ കൂടിയാണ് ഗൂഗിൾ. PhD വിദ്യാർത്ഥികളായ ലാറി പേജും സെർജി ബ്രിന്നും തുടങ്ങിയ സംരംഭം ഇന്ന് ടെക് മേഖലയിൽ ഏറ്റവും നിർണായക ശക്തിയായ വൻ കമ്പനി. ആധുനിക ലോകത്ത് നിത്യജീവിതത്തിന്റെ ഓരോ അണുവിലുമുണ്ട് ഗൂഗിൾ സ്വാധീനം. രേഖകൾ പ്രകാരമുള്ള ഔദ്യോഗിക ആഘോഷം 27-ന്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കമ്പനി കഴിഞ്ഞ സാമ്പത്തിക വർഷം നേടിയ ലാഭം 412 കോടി രൂപ. 1014 കോടിയാണ് മൊത്ത വരുമാനം. തൊട്ടു മുൻപത്തെ സാമ്പത്തിക വർഷത്തിൽ 770.90 കോടി രൂപയായിരുന്നു സിയാലിന്റെ മൊത്ത വരുമാനം. ഇക്കുറി 31.6% വരുമാന വർധന. ആകാശത്തിന് അതിരില്ല. പുതിയ ഉയരങ്ങളിലേക്ക് പറന്നു പൊങ്ങട്ടെ സിയാൽ. സ്വർണ്ണവില അധികം വൈകാതെ പുതിയ ഉയരങ്ങളിലെത്തുമെന്നാണ് US ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സിന്റെ പ്രവചനം. സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാമെന്ന് ആശങ്കപ്പെടുന്നവർ സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കാണുന്നു. അതാണ് വില കൂടുന്നത്. അതേതായാലും കേരളത്തിൽ തുടർച്ചയായ 3-ാം ദിവസവും ഗ്രാമിന് 6670 രൂപ തന്നെ. ആഗോള സാഹചര്യങ്ങൾ പ്രതികൂലമായി നിന്നതിനാൽ ഓഹരി വിപണി സൂചികകൾക്ക് ഇന്ന് ചുവപ്പ് നിറം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.